എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചു ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയിക്കോട്ടെ മറ്റേത് യൂണിവേഴ്സിറ്റിയുടെ നോട്ടോ മറ്റോ കാര്യങ്ങളോ ഒക്കെ സെമസ്റ്റർ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 1 to 6 സെമസ്റ്ററുള്ള ഏത് സെമസ്റ്ററിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു സബ്ജക്റ്റിന് 50 രൂപ എന്ന തോതിലാണ് നമ്മൾ വാങ്ങുന്നത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഒരു സബ്ജക്റ്റിന് 50 രൂപ എന്ന തോതിലാണ് നമ്മൾ വാങ്ങുന്നത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ടും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഡിസംബർ 31 നമുക്ക് എന്ത് ചെയ്യാം, FIUGPയുടെ റിസൾട്ടും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും പ്രതീക്ഷിക്കാമെന്നാണ്. അതായത് ഡിസംബർ 31 ചൊവ്വാഴ്ചക്കുള്ളിൽ പ്രതീക്ഷിക്കാമെന്നാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എനിക്കിന്ന് കമൻ്റ് അയച്ച് ചോദിച്ചിരുന്നു, റിസൾട്ട് ഇന്ന് വരുമോ? ഒരു വിദ്യാർത്ഥി മാത്രമല്ല, പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, ഇന്ന് പ്രസിദ്ധീകരിക്കുമോ, ഇന്ന് ഞായറാഴ്ച അല്ല ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, ഇന്ന് പ്രസിദ്ധീകരിക്കാം, ഇന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഉറപ്പൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, FIUGPയുടെ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ടാണോ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ടാണോ ആദ്യം പ്രസിദ്ധീകരിക്കുക എന്ന്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ ആദ്യം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞത് FIUGPയുടെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത്, കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികൾ 4 യൂണിവേഴ്സിറ്റികളാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി. അതിൽ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ ഈ 4 യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും തങ്ങളുടെ FIUGP ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് പല പ്രസിദ്ധീകരണത്തിന് ബാക്കി നിൽക്കുന്നത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രസിദ്ധീകരിച്ചതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അധികം ദിവസം വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് മറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചല്ലോ, ഇനി എന്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്ര ഡിലേ ആകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് റിസൾട്ട് വൈകുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ റിസൾട്ട് ഡിസംബർ 31 വരുമെന്നാണ് പറയുന്നത്. ഇനി അഞ്ചാം സെമസ്റ്റർ പരീക്ഷാ ഫലം എന്നായിരിക്കും വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഈ FIUGPയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ഡിസംബർ 31 തന്നെ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഞ്ചാം സെമസ്റ്റർ പരീക്ഷാ ഫലവും പ്രതീക്ഷിക്കുക. കാരണം ഈ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലവും, അത് FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലവും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലവും കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്കൊന്നാണ് പറയുന്നത്, ഈ 2 പരീക്ഷയുടെ വാല്യുവേഷൻ, ടാബുലേഷൻ വർക്കുകൾ ഉൾപ്പെടെയുള്ള പൂർത്തിയായി. എല്ലാ വർക്കുകളും യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യമായാലും, പിന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യമായാലും ഈ 2ൻ്റെയും പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം സർവകലാശാല പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന ചോദ്യത്തിന് അത് യൂണിവേഴ്സിറ്റി നമുക്കൊരു കൃത്യമായ മറുപടി തന്നിട്ടില്ല. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന്. ഈ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് FIUGPയുടെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ KRIP ഉണ്ട്, നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിയുടെ KRIP ലോഗിൻ വഴിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യുക. ഇനി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ അവിടെ കാണും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. ഒന്നുകൂടെ പറയുകയാണ്, ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ പരീക്ഷാ ഭവൻ എന്നൊരു സെൻറ്റർ കാണാൻ സാധിക്കും. പരീക്ഷാ ഭവൻ റിസൾട്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു ബ്രാഞ്ച് അവിടെ കാണാൻ സാധിക്കും. ഒരു
സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഈ ലിങ്കില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ CUCSS ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ 2024 2019 to 2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ്. ഒന്നുകൂടെ പറയാം, CUCSS എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. CU എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. CUCSS ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ 2024 2019 2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകാനുള്ള പേജിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ ലഭ്യമാകുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലൂടെ പരിശോധിക്കാം. പക്ഷേ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം അറിയാനുള്ള പ്രീമിയർ വീഡിയോ, അത് FIUGPയുടെ 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പ്രീമിയർ വീഡിയോ ആയാലും 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പ്രീമിയർ വീഡിയോ ആയാലും നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ട്. പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊന്ന് കയറി ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നവർക്ക് തന്നെ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾക്ക് പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ നോട്ട് മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു സബ്ജക്റ്റിന് 50 രൂപ എന്ന തോതിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് എത്ര സെമ്മിൻ്റെ എത്ര വിഷയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ട് ലഭ്യമാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് 50 രൂപ തരുന്നവർക്ക് നിങ്ങൾക്ക് ഞാൻ നോട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഒരു വിഷയത്തിന് 50 രൂപ എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ എത്ര മൊഡ്യൂളുണ്ടോ, ഒരു വിഷയത്തിൽ 4 5 എത്ര മൊഡ്യൂളുണ്ടോ ആ മൊഡ്യൂളുടെ എല്ലാം നിങ്ങൾക്ക് നോട്ട് ലഭ്യമാകുന്നതായിരിക്കും. ആ എല്ലാ മൊഡ്യൂളും കൂടെ കൂട്ടിയിട്ടാണ് 50 രൂപ എന്ന് പറഞ്ഞത്. ഒരു വിഷയത്തിന് 50 രൂപയാണ്. നിങ്ങളുടെ 6 വിഷയത്തിന് മാക്സിമം 300 രൂപ, അതിലപ്പുറം പോവുകയില്ല. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് എന്നോട് ചോദിക്കുന്ന പക്ഷം നിങ്ങൾക്ക് തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പ് പോവുകയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ഖുറൈദ, ഫൗണ്ടർ ഓഫ് ഖുറൈദ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.